നമ്മുടെ വീട് റിന്യൂവേഷൻ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മുറ്റത്തിനായിരുന്നു. അതുപോലെ തന്നെ തിണ്ണയാണെങ്കിലും നല്ല വൃത്തിയായിരിക്കണം. ഇവിടെ ഓൾറെഡിയുള്ള ഒറ്റ മരങ്ങളും വലിയ ചെടികളും മാറ്റരുത്. പിന്നെ പച്ചപ്പും ഹരിതാപവും അത് വിട്ടൊരു കളിയില്ല. ഫൈനലി നമ്മൾ ടൈലും ഗ്രാസും കൂടെയുള്ളൊരു കോമ്പിനേഷനിലേക്ക് എത്തി. ടൈലിനിടയ്ക്കുള്ള സ്പേസിൽ കൂടെ എല്ലാം പുല്ല് വെച്ചു. ഇവിടെ നമ്മുടെ ജാതിയെയോ മാവിനെയോ ഒന്നും തൊട്ടില്ല. അതിൻ്റെ അടിയിലും ടൈലിന് ഗ്യാപ്പിട്ടു. ആ ഗ്യാപ്പിലെല്ലാം ബഫല്ലോ ഗ്രാസ് നട്ടു. നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്തെ പുല്ലുകൾ നന്നായിട്ടങ്ങ് വളർന്നു. എന്നാലോ നമ്മുടെ ജാതിയുടെ മാവിൻ്റെ അടിയിൽ പുല്ലുകൾ വളർന്നതേയില്ല. വെള്ളം ഒഴിച്ചും വളവിട്ടും ഒക്കെ മാക്സിമം ചെയ്തു നോക്കി. പിന്നെ മഴ സീസൺ ആയപ്പോഴേക്കുമോ ഈ ടൈലുകൾക്കിടയ്ക്കുള്ള മണ്ണും കുത്തിയൊലിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ ടൈലുകൾ കംപ്ലീറ്റ് എക്സ്പോസ്ഡായി. ഇത്ര കട്ടിയുള്ള കല്ലാണെങ്കിലും ഒരു സൈഡ് ചവിട്ടുമ്പോൾ മറ്റേ സൈഡ് പൊങ്ങുന്ന സ്റ്റേജിലെത്തി. ഇനിയിപ്പോൾ അമാന്തിച്ച് നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജാതിയെയും മാവിനെയും തൊടില്ല. ഇനിയുള്ള ഒറ്റ ഓപ്ഷൻ ഈ ടൈലുകൾ അടുപ്പിച്ചിടുക എന്നുള്ളതാണ്. ഈ ടൈലുകളെല്ലാം ഇളക്കിയെടുത്തിട്ട് ഗ്യാപ്പില്ലാതെ ഫിക്സ് ചെയ്യാൻ വേണ്ടി അവരെത്തിയിരിക്കുകയാണ്. അവർ ടൈലുകളൊക്കെ ഇളക്കി മാറ്റി. എന്നിട്ട് ഇതിനിടയ്ക്കുണ്ടായിരുന്ന ആ മണ്ണ് അതവർ കൂട്ടിയെടുക്കുകയാണ്. ഇതിനു അടിയിൽ ചരലിട്ടായിരുന്നു ഈ ടൈല് വെച്ചിരുന്ന്. മണ്ണൊക്കെ മാറ്റി. എന്നിട്ട് മുഴക്കോല് വെച്ച് മെറ്റലിൽ ലെവൽ ചെയ്തു. ഇനി അതിൻ്റെ മുകളിലാണ് ഓരോന്നോരോന്നായിട്ട് ടൈലുകളെടുത്ത് പാകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇതെടുക്കുന്നത് വളരെ ഈസിയാണെന്ന് തോന്നും. പക്ഷേ 20 തൊട്ട് 25 കിലോ വരെ വെയിറ്റ് ഉണ്ട് ഈ ഓരോ ടൈലിനും. ഈ ഇളക്കിയെടുത്ത ടൈലുകളും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതും എല്ലാം വെച്ചു. എന്നിട്ടും ഗ്യാപ്പ് ക്ലോസ് ചെയ്തില്ല. പുതിയ ടൈല് വാങ്ങിച്ച് അവിടെ ഫില്ല് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. അങ്ങ് രണ്ടും രണ്ട് കളറായി. ഈ ഒരു കളർ ഡിഫറൻസ് മാറാനേ അധിക സമയമൊന്നും വേണ്ട. ഒന്നല്ലെങ്കിൽ കൂടിയാൽ 2 ആഴ്ച. അത് കഴിയുമ്പോഴേക്കും എല്ലായിടത്തും ഒരുപോലെ ആയിക്കോളും. നമ്മുടെ നാട്ടിലെ പൊടിയല്ലേ. അങ്ങനെ ഇപ്പോൾ ടൈലുകൾ രണ്ടും 2 കളറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ജാതിയെയും നമ്മുടെ മാവിനെയും ആരെയും കളയാൻ താല്പര്യമില്ല. പച്ചപ്പും ഹരിതാപവും കുറച്ച് കുറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്നാലും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ.